Hello guys, how are you all? Hope you all are doing well. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഒരു റിവ്യൂ ആണ് കേട്ടോ. നിങ്ങളും കണ്ട മൂവി ആയിരിക്കാം തുടക്കം, കുറെ പേര് ഇനി കാണാനിരിക്കുന്ന മൂവി ആയിരിക്കാം തുടക്കം. എന്തായാലും ഞാൻ ഇന്ന് തന്നെ ആ മൂവി പോയി കണ്ടു. കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നു റിലീസ് ഡേ തന്നെ പോയി കാണണമെന്ന്. പിന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മകളുടെ ഒരു അരങ്ങേറ്റ ചിത്രം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ അതിപ്പം പടം പൊട്ടിയാലും ശരി വിജയിച്ചാലും ശരി ആദ്യ ദിവസം കാണുക എന്നുള്ളത് ഒരു ശരിക്കുള്ളൊരു ലാലേട്ടൻ ഫാൻ ചെയ്യുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പടം നിരാശപ്പെടുത്തിയില്ല, അത് ആദ്യം തന്നെ പറയട്ടെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഈ ഓണക്കാലത്ത് കുടുംബങ്ങൾക്ക് മുഴുവൻ ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരിക്കും തുടക്കം എന്നുള്ളതിൽ യാതൊരു സംശയവും കേട്ടോ. പിന്നെ നമുക്കറിയാം ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ്, അപ്പോ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ചിത്രം, ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ എന്റെ മനസ്സ് മുഴുവൻ ലാലേട്ടന്റെ മകൾ വിസ്മയ എന്തായിരിക്കും അവരുടെ ഒരു പെർഫോമൻസ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ, എന്തായാലും എല്ലാവരെ കൊണ്ടും മിടുക്കി എന്ന് സമ്മതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ആ കുട്ടി കാഴ്ചവെക്കാൻ പോകുന്നത് എന്തോ എന്റെ മനസ്സിൽ എനിക്ക് നേരത്തെ ഒരു ഉറപ്പുണ്ടായിരുന്നു. നമുക്കറിയാം അവരൊരു നല്ല എഴുത്തുകാരിയാണ്, പോയട്രി ഒക്കെ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബുക്സ് ഒക്കെ. അതുപോലെ നല്ലൊരു ചിത്രകാരിയാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ മാർഷൽ ആർട്സിലൊക്കെ അവര് വളരെ പരിശീലനം നേടിയ ഒരു കുട്ടിയാണ് എന്നൊക്കെ കുറെ നാൾ മുമ്പേ പല പല എന്താ പറയാ വീഡിയോസിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കുട്ടി ഇനി ഒരു ആക്ടർ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കാം സ്ക്രീനിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ചിത്രം കാണാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും വിസ്മയെ കാണാനും വിസ്മയുടെ പെർഫോമൻസ് എന്താണെന്ന് അറിയാനും ഒക്കെ ആയിരിക്കും തിയേറ്ററിലേക്ക് ചെന്ന് കയറുന്നത്. പക്ഷേ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു പെർഫോമൻസ് കൂടി നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും കേട്ടോ. അത് മറ്റാരുടെയല്ല, ആശിഷ് ആന്റണി പെരുമ്പാവൂരിന്റെ മോൻ ഇതിൽ നല്ലൊരു വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന പെർഫോമൻസ് ആണ് അയാൾ അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ രണ്ടുപേരും സ്ക്രീനിൽ അവരുടെ പെർഫോമൻസിൽ നമുക്ക് ഒരിക്കലും ഒരു പുതിയ ആൾക്കാരാണ് അഭിനയിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സന്ദർഭം പോലും നമുക്ക് സമ്മാനിച്ചിട്ടില്ല. അല്ല, എടുത്തു പറയേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ആശിഷിന്റെ പെർഫോമൻസ് ആണ്. എന്റെ ദൈവമേ, അദ്ദേഹത്തിന് ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ രൂപഭാവങ്ങള്, ബോഡി ലാംഗ്വേജ് ഒക്കെ ആ ഒരു കഥാപാത്രത്തോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടുണ്ട്. വളരെ എന്താ പറയാ എടുത്തു പറയത്തക്ക ഒരു കഥാപാത്രം, ഒരു നെഗറ്റീവ് റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയലോഗ്സ് അധികം ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു തവണ എങ്ങാണ്ടാണ് വാതുറക്കുന്നതായിട്ട് ഉള്ളത്. അതൊരു ചീത്ത വിളിച്ചുകൊണ്ട് അലറിക്കൊണ്ടുള്ള ഒരു ഡയലോഗാണ്. പക്ഷേ ഡയലോഗൊന്നും വേണ്ട. മുൻപ് ഫഹദൊക്കെ തുടക്കത്തില് വന്ന സമയത്തൊക്കെ ഫഹദിന്റെ കണ്ണുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ എക്സ്പ്രസീവ് ആണ്, കണ്ണുകൾ കൊണ്ട് മാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള നടൻ എന്നൊക്കെ പറഞ്ഞില്ലേ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും. മൊത്തത്തിൽ നമ്മൾ ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുമ്പം ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ കണ്ണുകളൊക്കെ നന്നായിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം അയാള് നമ്മളെ ശരിക്കും അയാളുടെ പെർഫോമൻസിലൂടെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജേക്ക് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, അതൊക്കെ നന്നായിട്ട് ഈ ഒരു പടത്തെ എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ സായ്കുമാർ, ചിപ്പി, മനോജ് കെ ജയൻ, അങ്ങനെ കുറെ താരനിരകൾ ഇതിൽ വരുന്നുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. എന്തായാലും നിരാശപ്പെടുത്തിയില്ല തുടക്കം. വിസ്മയ എന്ന നമ്മുടെ ലാലേട്ടന്റെ മകളെ സംബന്ധിച്ച് തുടക്കം അവരുടെ അഭിനയ ജീവിതത്തിൽ അവരിനി അത് തുടരുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അവര് തുടങ്ങി വെച്ചത് ഒരു ഗംഭീര തുടക്കം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ ഈ ഓണത്തിന് നിങ്ങൾക്കും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.